ബന്ധുമിത്രങ്ങൾക്ക് നമസ്കാരം. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. അമ്പലങ്ങളിലെ ഉത്സവം, കുടുംബക്ഷേത്രത്തിലെ പൂജകൾ അത് പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. അത് കാരണം നിങ്ങൾക്ക് റെസിപ്പി ഒന്നിടാൻ എനിക്ക് പറ്റിയില്ല. അതും കൂടാതെ ഒരുപാട് ബന്ധുക്കളുടെ കല്യാണം കേട്ടോ, ഇഷ്ടം പോലെ. അതിലൊക്കെ പങ്കെടുക്കാൻ പോയത് കൊണ്ടാണ് അടുക്കളകളിലൊന്നും പാചകമൊന്നും കാണിക്കാൻ പറ്റാതെ വന്നത്. ഇന്ന് കൊഴിയാള 3 മീൻ കിട്ടിയേ. 3 മീന് 100 രൂപ, അത് 100 റുപ്പീസ്. അയില 3 ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞത് 200 റുപ്പീസാണ്. എന്നാൽ പിന്നെ ഇത് മതിയെന്ന് വിചാരിച്ചു. ഇത് തേങ്ങ അരച്ച് എങ്ങനെയാണ് വയ്ക്കുന്നുള്ളത് കാണിച്ചു തരാം. കഴുകി വൃത്തിയാക്കിക്കോട്ടെ. മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് 4 കഷ്ണം വറുക്കാൻ മാറ്റി, 4 കഷ്ണം ഒഴിച്ച് കൂട്ടാൻ വയ്ക്കാനായിട്ട്, കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 8 ചുമന്ന മുളക്, അര മുറി തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കരിവേപ്പില, 4 കുരുവുള്ള പുളി, 4 ചെറുള്ളി. ഇത്രയും അരച്ചെടുക്കാം. വളരെ നൈസായിട്ട് അരക്കണമെന്നില്ല. ഇതെല്ലാം അരച്ചിട്ട് അവസാനം വേണം ചുമന്ന ഉള്ളിയും കരിവേപ്പിലയും ഇട്ട് അരച്ചെടുക്കാനായിട്ട്. പിന്നെ കടുക് പൊട്ടിക്കാൻ 5 ചുമന്ന ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കരിവേപ്പില 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കടുക്, ഉലുവ, ഇത്രയേ ഉള്ളൂ ആവശ്യം. അരച്ചിട്ട് കാണിക്കാം. തേങ്ങ ഇത്തരത്തിൽ അരച്ചെടുത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. 4 കഷ്ണം മീനല്ലേ ഉള്ളൂ, ഇത്രയും വെള്ളം മതി. അടുപ്പത്ത് വയ്ക്കാം. ആവശ്യമുള്ള ഉപ്പ് കുറച്ച്, 1/2 സ്പൂൺ ഉപ്പ് ഇട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടങ്ങ് ഇടാം. നമുക്ക് ഇത് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ ഇഷ്ടമോ ആ എണ്ണ ഒഴിക്കാം. കടുകിടുവാണ്. ഉലുവ ഇത്ര ഇടുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഉള്ളി. ഉള്ളി നല്ലപോലെ മൂക്കണേ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്സ് എനിക്ക് ഞാൻ തരാൻ വിചാരിച്ചിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ ദോശക്കല്ല്, ഇരുമ്പ് ദോശക്കല്ലാണ് ദോശിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെല്ലാവരും എന്തായി, നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാലും ചിലരൊക്കെ ഇപ്പോഴും, ഞാനൊക്കെ മറ്റേ ഇരുമ്പ് കല്ല് ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ദോശ ശരിക്കും അതിന് വരത്തില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദോശക്കല്ലിൽ 1/2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് 1 സ്പൂൺ ഉലുവ അതിനകത്ത് ഇടുക. അത് ചൂടായി വരുമ്പോൾ ദോശക്കല്ല് മൊത്തത്തിൽ അങ്ങ് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ദോശ ചൂടാവെങ്കിൽ, കല്ല് ചൂടായിട്ട് വേണം ഒഴിക്കാനായിട്ട്, ചൂടാവെങ്കിൽ ദോശ അങ്ങനെ ആ പുഷ്പം പോലെ കൈ കൊണ്ട് തന്നെ എടുക്കാം. മീൻകറിയിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയുടെ കഷ്ണം ഇടാം. പക്ഷെ ഞാൻ മാങ്ങ വാങ്ങിച്ചിരുന്നു, കട്ട് ചെയ്ത് വന്നപ്പോൾ എല്ലാം പഴുത്തിരിക്കുന്നത് കാരണം ഞാൻ മാങ്ങ ഇടുന്നില്ല. മാങ്ങ ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ വാളംപുളി ചേർക്കാമേ. തിളച്ച് കടുക് അതിനകത്തിടാൻ പോകണം. കടുക് പൊട്ടിച്ച് ഉള്ളി, ഒരു 5 മിനിറ്റ് തിളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞ് നമുക്ക് മീനങ്ങ് ഇടാം. അതുവരെ തിളക്കിയിട്ട്, ഞാൻ പറഞ്ഞ ടിപ്സ് അപ്പച്ചട്ടിക്ക് അതുപോലെ തന്നെ ആകാം. അപ്പച്ചട്ടിയിൽ നിന്ന് അപ്പം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉലുവ ചൂടാക്കിയിട്ട് അപ്പച്ചട്ടി മൊത്തത്തിൽ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. മീൻ കറിക്ക് ഉപ്പ് നോക്കി, ഉപ്പ് പുളി എല്ലാം മതി കേട്ടോ. മീൻ കഷ്ണം ഇടാം.
ഈ എണ്ണ തെളിയുന്നവരെ അത് മൂടി വെച്ചിട്ടങ്ങ് വേകട്ടെ. കൊഴുചാള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റ്, ഇപ്പം തന്നെ ഊണാണെന്ന് തോന്നുന്നു. സമയം 12 ആയതേ ഉള്ളൂ. അതിൻ്റെ മണം അങ്ങനെ രുചിയേറിയ മണമെന്ന് പറയത്തില്ല, അത്ര രുചിയാണ്. നിങ്ങൾ ഇതുപോലെ വെച്ച് ഒന്ന് നോക്കുക. സാധാരണ നമ്മൾ തേങ്ങ അരച്ച മീൻകറിക്ക് ജീരകം വെളുത്തുള്ളി വെക്കാറില്ല. ഞാനിത് വയ്ക്കാറുണ്ട്. കാര്യം പറയട്ടെ, ചില മീനൊക്കെ ഗ്യാസല്ലേ, അന്നേരം ജീരകവും വെളുത്തുള്ളി ആയാൽ ദഹനത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. നിങ്ങൾ ഇതുപോലെ മീൻ കിട്ടുമ്പോൾ ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ, ഇതുപോലെ തന്നെ വെച്ച് നോക്കി കഴിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ. സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും. ഇന്ന് തന്നെ ഇതുപോലെ ചെയ്ത് കഴിച്ച് നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ലവ് യു മക്കളെ. ബൈ മക്കളെ.